ചീരക്ക് ഉള്ള ചീരയുടെ വിത്ത് ഞാൻ മുമ്പേ കുറച്ച് എടുത്തു വെച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന ഈ ഒരു മൊട്ടുകളൊക്കെ ചീരപ്പൂവിൻ്റെ മൊട്ടുകളൊക്കെ ഞാൻ നുള്ളിക്കളയുകയാണ്. അപ്പോൾ നമുക്കത് വീണ്ടും അത് നന്നായി ഫ്രഷായി വരും. അപ്പോൾ ആ ഒരു വിത്തിനൊക്കെ കളഞ്ഞ് മുറിച്ച് കളഞ്ഞോ നുള്ളിക്കളഞ്ഞോ നമുക്ക് അത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു പൂവ് ഉണ്ടായി പെട്ടെന്ന് അത് ഉണങ്ങി പോകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുകയാണ്. എല്ലാ ചീരയുടെയും ഈ ഒരു പൂവ് വരുന്ന ആ ഒരു സംഭവം പൂക്കൾ വരുന്ന എല്ലാം നുള്ളി കളയുകയാണ്. എന്നിട്ട് നമുക്കിപ്പോൾ ഒരു കറിക്കുള്ള ചീര ഇതിൽ നിന്ന് കിട്ടും. നല്ല ഫ്രഷായ ഒരു കറിക്കുള്ള. അപ്പോൾ വർഷകാലത്താണെങ്കിൽ വീണ്ടും വിത്തിട്ട് മുളച്ച് വന്നെങ്കിൽ തന്നെ അത് നല്ല രീതിയിൽ വരണം എന്നില്ല. അപ്പോൾ കുറച്ച് ഇങ്ങനെ വലുതായത് അരിഞ്ഞ് എടുക്കുകയാണെങ്കിൽ അത് വീണ്ടും തളിർത്ത് നല്ല ചീരയായി നമുക്ക് വർഷകാലത്ത് എന്തെങ്കിലും കറി വെക്കണമല്ലോ. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടി ഞാൻ അങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ പയറൊക്കെ ആ ഒരു പന്തലിടുന്ന വീഡിയോ ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ ആ പന്തലിലേക്ക് നിറയെ ഇങ്ങനെ പടർന്ന് കയറുന്നുണ്ട് പയറൊക്കെ നല്ല രീതിയിൽ പടർന്നിന്. ഇപ്പോൾ ആ ഒരു ഫുള്ള് ഇത് കവർ ചെയ്യുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നല്ല ഒരു പച്ചപ്പോട് കൂടി ഇങ്ങനെ ഒരു മതിൽ പോലെ പയറിൻ്റെ ഒരു മതിൽ പോലെ ഇങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ചീരയുടെ ഇടയിൽ ഞാൻ ബന്ദിപ്പൂ നട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുഞ്ഞു പൂവ് കാണാൻ നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.